Hello friends, welcome back to CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 6.2 ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ഓക്കെ, ദ ഡയഗണൽസ് ഒരു മിനിറ്റ് പേൻ എടുക്കട്ടെ. ഓക്കെ, ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ABCD intersect each other at the point O such that AO by BO equal to CO by DO. Show that ABCD is a trapezium. അതായത് ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, ആ ക്വാഡ്രിലാറ്ററിന്റെ ഡയഗണൽസ് O എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഫിഗർ വരക്കുന്നുണ്ട്. ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിന്റെ ഡയഗണൽ Oയിൽ കൂട്ടിമുട്ടുന്നുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ABCD ഒരു ട്രപ്പീസിയാണെന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, ട്രപ്പീസിയത്തിന്റെ കണ്ടീഷൻ എന്താ? എ ക്വാഡ്രിലാറ്ററൽ വിത്ത് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ട്രപ്പീസിയം. ഇനി നമുക്ക് തന്നു AO by BO ഈക്വൽ ടു CO by DO ആണ്. അത് നമുക്ക് തന്നതാണ്. നമ്മളിതൊരു സ്ട്രൈറ്റ് ലൈൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാൻ പോകണം. ഓക്കെ, ഇപ്പൊ കിടക്കുന്നത് എങ്ങനെയാണ്? AO by BO ഈക്വൽ ടു CO by DO. ഓക്കെ, ഞാൻ ഈ സിഒനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു, ബിഒനെ അങ്ങോട്ടും കൊണ്ടുപോയി. അപ്പൊ എന്ത് വരും? AO by CO ഈക്വൽ ടു BO by DO. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇപ്പൊ ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ ആയില്ലേ? AO by CO BO by DO. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു ലൈൻ വരക്കണ്ടോ, ABക്ക് പാരലൽ ആയിട്ട്. ABCD ട്രപ്പീസിയാണെന്നാണ് തെളിയിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ABക്ക് പാരലൽ ആയിട്ട് MN, ABക്ക് പാരലൽ ആയിട്ടാണ് ഞാൻ MN വരക്കുന്നത് കേട്ടോ. ABക്ക് പാരലൽ ആയിട്ട് ഞാനൊരു MN ഇവിടെ വരച്ചു. അപ്പൊ ABക്ക് പാരലൽ ആണ് MN എങ്കിൽ MOയും ABക്ക് പാരലൽ ആവും. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഏതാണ് ട്രയാങ്കിൾ എന്നറിയോ? ADB എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇങ്ങനെ വരുന്ന ഈ ട്രയാങ്കിൾ. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ ADB എടുത്തു. അതിൽ ABക്ക് പാരലാണ് MO. കാരണം MN നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതാണ്. ആ കൺസ്ട്രക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട് AB പാരലൽ ടു MN ആണ്. അപ്പോൾ MO പാരലൽ ടു AB ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം BO by OD. ഇവിടെ ഇക്വേഷൻ നമ്പർ 1 BO by DO എന്നായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എഴുതി കേട്ടോ. BO by DO ഈക്വൽ ടു AM by MD എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ BO by DO ഇവിടെയുണ്ട് BO by DO. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 രണ്ടിടത്തും BO by DO ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ AM by MD എന്ന് പറയുന്നത് ആർക്കും ഈക്വൽ ആയിരിക്കും? AO by COയ്ക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, എവിടെയാണ് AOയും COയും കിടക്കുന്നത് നോക്കിക്കോട്ടോ. AO by CO, AM by MD. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഞാൻ അവിടെ എഴുതിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇല്ല. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യാം. ഏതാ ട്രയാങ്കിൾ? ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആ ട്രയാങ്കിളിൽ ADC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. AO by OC ഈക്വൽ ടു AM by MD. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആകുമ്പോൾ ലൈനുകൾ എന്താവും? പാരലൽ ആയിരിക്കും. റിവേഴ്സ് BPT. അപ്പം നമുക്ക് പറയാം MO DCക്ക് പാരലൽ ആണ്. അങ്ങനെയാണ് ഇവിടെ MO പാരലൽ ടു DC കിട്ടിയത്. കണ്ടോ, AOയും COയും AMഉം DMഉം. അപ്പോൾ ഈ രണ്ട് ലൈൻസ് എന്തായി? പാരലലായി. ആദ്യം നമ്മൾ വരച്ചത് AB പാരലൽ ടു MOയും അതേപോലെ തന്നെ നമുക്ക് MO പാരലൽ ടു DCയും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? MO പാരലൽ ടു AB പാരലൽ ടു DC അല്ലേ? MO പാരലൽ ടു ABയും കിട്ടി, MO പാരലൽ ടു DCയും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MO പാരലൽ ടു AB പാരലൽ ടു DC എന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് AB പാരലൽ ടു DC എന്ന് കിട്ടും. അഥവാ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിട്ട് കിട്ടി. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയാൽ അതെന്താണ്? ഇറ്റ് ഈസ് എ ട്രപ്പീസിയം. ഓക്കെ, എ ക്വാഡ്രിലാറ്ററൽ വിത്ത് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ഈസ് കോൾഡ് എ ട്രപ്പീസിയം. അപ്പൊ ABCD എന്താന്ന് കിട്ടി? ഒരു ട്രപ്പീസിയാണെന്ന് കിട്ടി. ഓക്കെ.